ലുക്ക് അറൗണ്ട് യുവർ സെൽഫ്. ഇവിടെ ജീവിതമുണ്ട്. ലൈഫ് ഇസ് ദ ന്യൂസ്. അത് കാണാനുള്ള കണ്ണ് വേണം. $5 രൂപയോ? വേഷം കെട്ട് നിൽക്കാതെ 8 രൂപ എടുക്കണോ? മീറ്ററിൽ 4.80 ആയുള്ളൂ. മീറ്റർ കണക്കിന് ഓടാൻ വേറെ ആളെ നോക്ക്. മര്യാദ കാശെടുക്കണോ? ഇതാ ഇതുപോലെ അക്രമ കേട്ടോ. ഓ ഏയ് ഓട്ടോ എവിടേക്കാ? ബ്രോഡ്വേ. ഞാൻ അങ്ങോട്ടില്ല. പിന്നെ അങ്ങോട്ടാ? കച്ചേരി പടിക്കലേക്ക്. ആ എങ്കിലും അങ്ങോട്ട്. കച്ചേരി പടിയിൽ എവിടെയാ? ജംഗ്ഷനിൽ വിട്ടാ മതിയാ? എനിക്ക് പോകേണ്ടത് ബ്രോഡ്വേക്കാണ്. പിന്നെ കച്ചേരി പടി എന്ന് പറഞ്ഞത്? അത് നിങ്ങൾക്ക് പോകേണ്ട സ്ഥലം. എനിക്ക് തിരക്കില്ല. അത് കഴിഞ്ഞിട്ട് പോയാലും മതി. ബ്രോഡ്വേക്ക് കൊടക്കാനാണോ? നിങ്ങൾക്ക് തോന്നുന്നിടത്തേക്ക് പോകാനല്ല സർക്കാർ ലൈസൻസും പെർമിറ്റും തന്ന് ഈ ഓട്ടോറിക്ഷ റോഡിലിറക്കുന്നത്. ഈ മീറ്റർ വെച്ചിരിക്കുന്നത് സർക്കാർ നിശ്ചയിച്ചിരിക്കുന്ന താരിഫ് അനുസരിച്ച് വാടക വാങ്ങാനാണ്. തോന്നുന്ന സ്ഥലത്തേക്ക് പോകൂ, തോന്നിയ കാശും വാങ്ങും. ഇവിടെ നിയമം എന്ന് പറയുന്ന ഒന്നില്ലേ സുഹൃത്തെ? നിങ്ങൾ ഈ ചെയ്യുന്നത് നിയമലംഘനമല്ലേ? ഇങ്ങനെ ഒറ്റ ശ്വാസത്തിൽ ഒരുപാട് കാര്യങ്ങൾ ചോദിച്ചാൽ മറുപടി പറയാൻ പറ്റൂല. വിശദമായിട്ട് പറയേണ്ട കാര്യങ്ങളാണ്. വേണ്ട, ഈ സാറിന് നമ്മളെ കുറച്ച് നിയമം പഠിപ്പിക്കാനുണ്ടെന്ന്. വരണടാ. എന്റെ ഏയ് എന്താ പേര്? ഇഷ്ടമുള്ള എന്ത് പേര് വേണമെങ്കിലും വിളിച്ചു. അയ്യോ അതല്ല, നിങ്ങളുടെ ശരിക്കുള്ള പേര്, വീട്, ചുറ്റുപാടുകൾ, എങ്ങനെ ജീവിതത്തിൽ ആദ്യമായിട്ട് വഴിതെറ്റി ഈ വൃത്തികെട്ട തൊഴിലിൽ വന്ന് പെട്ടു, ആ സാഹചര്യങ്ങൾ. വൃത്തികെട്ട തൊഴിൽ ചെയ്യുന്നതേ നിന്റെ വീട്ടിലുള്ളവരാ. പരമ നാറി. നീ ആരടാ? വൈഫാട്ടോ? കിണങ്ങിണക്കി കിണങ്ങിച്ച് പോയ പോരെ. ഇത് ന്യായം വെച്ചിരിക്കണം. എന്താടാ ഇവിടെ? സർ ഞാൻ നിന്നെ ഇവിടെ കണ്ടുപോലെന്ന് പലവട്ടം പറഞ്ഞിട്ടില്ലേ? ഞാൻ എന്റെ പാട്ടിന് പോവായിരുന്നു സാറേ. ഇയാൾ എന്നെ പിടിച്ചെടുത്ത് വേണ്ടാതിനെ പറയാ. പട്ടാ പകല് നടു റോഡില് പോടാ. ഒരു പകല് മുഴുവൻ നടന്നിട്ട് എഴുതിക്കൊണ്ട് വന്നിരിക്കുന്നു. റബിഷ്. എല്ലാം ഞാൻ നേരിട്ട് കണ്ട് അനുഭവപ്പെട്ട കാര്യങ്ങളാണ് സർ. എടോ, ഈ നേരിട്ട് കാണുന്നത് അങ്ങനെ തന്നെ പകർത്തി വെക്കുന്നത് അല്ല വാർത്ത. ജനത്തിന് ചുറ്റും നടക്കുന്നത്, അല്ലെങ്കിൽ നടന്നേക്കാവുന്നത് അവർ കാണാത്ത കണ്ണുകൊണ്ട് കണ്ടെഴുതണം. അത് വായിച്ച് നമ്മുടെ കണ്ണിൽ കൂടി നാളെ അവരത് കാണണം. അതാണ് റിപ്പോർട്ടിംഗ്. ആ തുടക്കമല്ലേ, ഒരു ദിവസം അങ്ങനെ പോയി. നാളെ വീണ്ടും ഒന്നും തുടങ്ങാം. ആ എന്താ തന്റെ ബ്രാൻഡ്? സർ എനിക്ക് എടോ, കുടിക്കാൻ എന്താ വേണ്ടതെന്ന്? ഞാൻ ബ്രാൻഡിയാ, തനിക്കത് മതിയോ? വേണ്ട സർ, ഞാൻ കുടിക്കില്ല. ഇതേവരെ കുടിച്ചിട്ടില്ല എന്നുള്ള അർത്ഥത്തിലാണെങ്കിൽ നല്ല ദിവസമാ, തുടങ്ങാം. വേണ്ട സർ, എനിക്ക് വേണ്ട. ഷുവർ? വർഗീസേ, പതിവ് പോലെ ഒരരസികന്റെ മോന്തയുമായിട്ട് മുന്നിൽ നിന്ന് മുഷിപ്പിക്കണ്ട. സ്ഥലം വിട്. ഐ വിൽ ഫ്ലർട്ട് വിത്ത് മൈ സോളിറ്റ്യൂഡ്. നാളെ ഗുഡ് നൈറ്റ്. காலம்பா நான் ஆபீஸ் கிளம்புறதுக்கு முந்தி விவரத்தை சொல்லி அனுப்பு. அனந்து வந்தாச்சே. என்னடா வேலையில எப்படி இருந்தது? பரவாயில்ல வைத்தி மாமா. கஸ்தூரி, பையன் வேலை முடிச்சு வந்திருக்கிறான். பார்க்கலையா? ஏதாவது குடிக்க கூட வரேன்டா அந்து. அப்புறம் தாத்தா கிட்ட ஒரு முக்கியமான விஷயத்தை சொல்லி இருக்கு. என்ன மாமா? கேட்டு தெரிஞ்சுக்கடா. பட்டுமாண்ணா? வரேன் கஸ்தூரி. உஷா, இந்த உனக்கு மல்லிப்பூ. இது அம்மா கிட்ட கொடு. என்ன தாத்தா விஷயம்? நம்ம உஷாவோட கல்யாண விஷயம். எங்க இருந்து
எங்க இருந்து? நம்ம ருக்கு இல்லையா, வைத்தி பொண்டாட்டி, அவளுடைய தம்பி தான். பாலக்காடு இன்ஸ்ட்ருமெண்டேஷன் கம்பெனில ஓவர்சீராக்கும். அப்படியா? ஆமாண்டா, தெரிஞ்ச வரைக்கும் ரொம்ப நல்ல இடம் தான். எதுக்கும் உன்னை கேட்டுட்டு பதில் சொல்றேன்னு சொல்லியிருக்கேன். என்ன கேக்குறதுக்கு என்ன தாத்தா, உங்களுக்கும் அம்மாவுக்கும் ஓகேன்னா எனக்கும், உஷா அம்மாவுக்கும் சரிதான். பையன் வந்து பொண்ணை பாக்கட்டுமே. பொண்ணுக்கு பையனை பிடிச்சதுன்னா கல்யாணம். ஏண்டா, பையனுக்கு பொண்ணை பிடிக்க வேண்டாமா? அடாடாடாடாடா, இந்த முகத்தை பார்த்து எவனாவது பிடிக்கலன்னு சொல்லிடுவானா? போங்கண்ணா. രണ്ട് മുതിർന്നവർക്കും പിന്നെ പരമാവധി 2 കുഞ്ഞുങ്ങൾക്കും മാത്രം യാത്ര ചെയ്യുവാൻ അനുവാദമുള്ള ഓട്ടോറിക്ഷകളിൽ 21 പിഞ്ചു കുട്ടികളെ കുത്തിക്കയറ്റി അലറിപ്പാഞ്ഞു വരുന്ന ബസ്സുകളുടെയും ചീറിപ്പായുന്ന ലോറികളുടെയും നടുവിലൂടെ തിരികെ കയറ്റി കൊണ്ടുപോകുന്നത് നഗരത്തിൽ ഇന്നൊരു പതിവ് ദൃശ്യമാണ്. ഏത് നിമിഷവും ദുരന്തം നഗരവീഥിയിൽ രക്തക്കളമൊരുക്കാം. 21 കുടുംബങ്ങളുടെ പ്രതീക്ഷകൾ ആ കുരുതിക്കളത്തിൽ ചതഞ്ഞറിയാം. ഈ ക്രിമിനൽ കുറ്റത്തിന് നേരെ കണ്ണടയ്ക്കുന്ന നിയമപാലകരാണ് യഥാർത്ഥ കുറ്റവാളികൾ. ഗുഡ്. ഇതിൽ താൻ കണ്ട യാഥാർത്ഥ്യമുണ്ട്. സംഭവിച്ചേക്കാവുന്ന ദുരന്തത്തെക്കുറിച്ചുള്ള പിക്ചറുണ്ട്. ഇത് നാളെ പത്രത്തിൽ വായിക്കുന്ന ഓരോ വീട്ടമ്മയും തന്റെ കുഞ്ഞിനെ ഓട്ടോറിക്ഷയിൽ കയറ്റി അയക്കും മുമ്പ് ഒരു നിമിഷം ഒന്ന് ആലോചിക്കും. അപ്പോഴാണ് ഇത് വാർത്തയാവുന്നത്. താനൊരു കാര്യം ചെയ്യേ, സ്റ്റാഫ് ഫോട്ടോഗ്രാഫറെ വിളിച്ച് വൈകിട്ട് സ്കൂൾ വിടുമ്പോ ഇതുപോലെ കുട്ടികളെ കുത്തി നിറച്ചു വരുന്ന ഒരു ഓട്ടോറിക്ഷയുടെ ഫോട്ടോ എടുപ്പിക്കും. ശരി, പക്ഷെ അത് അതിനുവേണ്ടി എടുത്താണെന്ന് തോന്നരുത്. നമുക്ക് നല്ലൊരു ഹ്യൂമൻ സ്റ്റോറി ആക്കാം. താങ്ക് യു സാർ. ആഹാ, സാർ ഇവിടെ ഇങ്ങനെ ആവശ്യമില്ലാത്ത കാര്യങ്ങൾ സംസാരിച്ചോണ്ടിരുന്ന എങ്ങനെ വന്നേ? എല്ലാവരും താഴെ റെഡിയായി. ആ, കൊച്ചിൻ ടവറിലേക്ക് പോകണ്ടേ? എന്താ കാര്യം? ഇന്ന് മലബാർ പ്ലാന്റേഷന്റെ ആനുവൽ പ്രസ് മീറ്റ് അല്ലേ? തന്റെ വെപ്രാളം കണ്ടപ്പോ ഞാൻ കരുതി അവിടെ ആരോ മരിച്ചു കാണുമെന്ന്. അതിന് ഞാനെന്തിനു വെപ്രാളപ്പെടണം? കോക്ടെയിൽ അറ്റാച്ച്ഡ് ഡിന്നറാണ്. 5 കിലോ തേയില, പേന, പേഴ്സ്, ഹാൻഡ് ബാഗ്, ലൊട്ടിലൊടുക്ക് വേറെ. പ്രീമിയം സ്കോച്ചാണ്. സമയം കളയാണ്ട് വന്നേ. ഓസിന് കുടിച്ചാൽ എനിക്ക് കിക്ക് കിട്ടൂല. ആഹാ. ശീലമില്ലടോ. തനിക്ക് പിന്നെ അതല്ലേ പതിവുള്ളൂ. കളയണ്ട, വിട്ടോ. വേണമെങ്കിൽ ഒരു ചാക്കും കൂടെ കരുതിക്കോ. എന്നെ പോലെ വേണ്ടാന്ന് വെക്കുന്ന മണ്ടന്മാര് വേറെയും കാണും. എല്ലാം കൂടെ വാരിക്കൂട്ടാം. നോക്കൂ, നമ്മുടെ ഈ വക തൊഴിൽ രഹസ്യങ്ങൾ ട്രെയിനീസിന്റെ മുമ്പിൽ വെച്ച് പരസ്യമാക്കരുത്. അതൊരു നല്ല ഹാബിറ്റ് അല്ല. സാർ വന്നേ പോവാം. ഇല്ല, വരുന്നില്ല. തീർച്ചയാണോ? ആ, 5-10 കിലോ തേയില എത്തും. ചക്കാത്തിന് എന്ത് കിട്ടുക എന്ന് വെച്ചാലും തരകം കൈനീട്ടും. ചിലർക്ക് അതൊരു ശീലമാണ് സാർ. അല്ലടോ, ശീലമാക്കിയതാണ് അയാൾ സാഹചര്യങ്ങൾ മൂലം. പാവം, വയസ്സ് 10-45 കല്യാണം പോലും കഴിച്ചിട്ടില്ല. ഇനി ആഗ്രഹമില്ലാഞ്ഞിട്ടല്ല, തന്തയ്ക്കൊറ്റ ആന്തരിയാണ് തരകൻ. താഴെ 5 പേര്. റിവേഴ്സ് എടുക്കാൻ മക്കളുടെ ചുമതല മുഴുവൻ ഈ പാവത്തിന്റെ തലയിൽ വെച്ച് ഇയാളെ നരകത്തിൽ തള്ളിയിട്ട് നാളെ ആശാനെങ്ങോട്ടാ? ആ, താനോ? വാ, കയറ്. ഞാനിന്ന് ഇവിടെ ക്യാമ്പ്. വാ, നമുക്ക് ഗസ്റ്റ് ഹൗസിലേക്ക് വാ. കൊല്ലം എത്രേ നമ്മൾ തമ്മിലൊന്ന് ആഘോഷിച്ചിട്ട്. വാ. ഇല്ല, ഇയാള് പോ. വലിപ്പം വെപ്പിക്കാണ്ട് കയറാശാനെ. ഞാൻ പഴയ ബാലല്ലേ വിളിക്കുന്നേ. ഞാൻ പഴയ കൃഷ്ണമൂർത്തി തന്നെയാണ്. പക്ഷെ താൻ പഴയ ബാലനല്ല. ആഭ്യന്തര വകുപ്പ് മന്ത്രി വലപ്പാട് ബാലകൃഷ്ണൻ. ആ പത്രാസ് കാണിച്ച് എന്റെ മുമ്പിൽ ആളാവണ്ട. നാവ് ചൊറിഞ്ഞാ ഞാൻ വല്ലതും വിളിച്ചു പറയും. കുറച്ചില് തനിക്കാ. പോ. എന്നാ ശരി, എങ്കിൽ പിന്നെ അങ്ങനെ തന്നെ. എന്താണ് നോക്കിക്കുന്നത്? ഒന്നുമില്ല.